ഗൈസ് നമ്മൾ സോൺസിന്റെ ടൈപ്പുകളൊക്കെ പഠിച്ചു അല്ലേ? നമ്മൾ സോൺസ് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നും പഠിച്ചു. ഓക്കെ, ഇനിയുള്ള കാര്യം ഇതിൽ പവർഫുൾ സോൺസിനെയും എങ്ങനെ നമുക്ക് വേർതിരിക്കാം എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് റൂളിലാണ്. അത് ടൈപ്പ് 1 ആയിക്കോട്ടെ ടൈപ്പ് 2 ആയിക്കോട്ടെ, നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒരു സോൺ പവർഫുൾ ആണോ, നമുക്ക് എൻട്രീസ് നോക്കാനോ, അല്ലെങ്കിൽ നമുക്ക് പി ഒ എന്ന് ഉദ്ദേശിക്കുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, പി ഒ എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയാം. നമ്മൾ സോൺസിനെ തന്നെ ആയിരിക്കും വിളിക്കുക പി ഒ എന്ന്. അപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈയോ ഡിമാൻഡോ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? രണ്ട് പവർഫുൾ, നമ്മൾ രണ്ട് കാര്യം മാത്രമാണ് ആ പവർഫുൾ സോണുകൾക്ക് വേണ്ടി നോക്കുക. ഒന്ന്, ആ സോൺ എന്തെങ്കിലും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് കാരണമാണോ, പിന്നെ അത് ഇംബാലൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ക്ലോസ് ചെയ്തിട്ടുള്ള സോൺ ഉണ്ടോ, വളരെ പവർഫുൾ ആയിരിക്കും, നമുക്ക് നല്ല രീതിക്ക് അവിടെ എൻട്രീസിന്റെ എക്സ്പെക്ടേഷൻ വെക്കാം. ഓക്കെ, കർശനമായിട്ട് എപ്പോഴും കിട്ടോ ഇല്ല, പക്ഷേ ഞാനിവിടെ പറയുന്ന പവർഫുൾ ആയിട്ടുള്ള സോൺസ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം. ഓക്കെ, സോ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഈ സോൺ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് കാരണം ഉണ്ടായിട്ടുണ്ട് അല്ലേ, ആൻഡ് പ്ലസ് അതിന് ഇംബാലൻസ് ഉണ്ടോ. പക്ഷെ ഈ കാര്യം വരുമ്പോൾ, ഞാനിപ്പോൾ ഈ രണ്ട് റൂള് വരുമ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക ട്രെൻഡിന്റെ കാര്യമായിരിക്കും. അതായത് ഇപ്പം ബ്രേക്ക് ചെയ്യുന്നു, ഓക്കെ, ഒബിയസ്ലി ഇവിടെ നമുക്കിപ്പോൾ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിൽ ആ ഡിമാൻഡ് സോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഓക്കെ ഇൻഎഫിഷ്യൻസി ഉണ്ട്, അടിപൊളി. ഓക്കെ, ഒബിയസ്ലി ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ, പക്ഷെ ഞാനിവിടെ ട്രെൻഡിന്റെ കൂടെ എന്ന് എടുത്ത് പറയില്ല. കാരണം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിക്ക് ഈ സോൺസ് വരും, എക്സ്റ്റേണൽ ആയിട്ടും വരും, ഇന്റേണൽ ആയിട്ടും വരും. എന്താണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് ഇന്റേണൽ എന്നുള്ള കാര്യം സംസാരിക്കാം. ഓക്കെ, ഇന്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്ക് ഇവിടെ സ്ട്രക്ചർ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇപ്പൊ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചോ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയ പോയിന്റ് ഇത്. ഓക്കെ, ഇന്റേണൽ സോൺസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ സ്ഥലം തൊട്ട് ഈ ബോക്സിന്റെ അകത്തുള്ള സോണാണ് ഇന്റേണൽ. അതാണ് ഇന്റേണലി നമ്മൾ നോക്കുന്ന സോൺസ്. അപ്പോൾ ഇതിന്റെ അകത്തുള്ള സോണുകളായിരിക്കും ഇന്റേണൽ ആയിട്ടുള്ള ഡിമാൻഡ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ നോക്കുക? ആ ബ്രേക്ക് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ അതിൻ്റെ അകത്തുള്ള സോണുകൾ, ഓക്കെ, ഇന്റേണൽ ആയിട്ടുള്ള സോണുകൾ. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ സോൺസ് ആണ്. എക്സ്റ്റേണൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ്റ്റേണൽ സോൺസ് നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ്പാൻഷന്റെ കൂടെ ആയിരിക്കും. ഓക്കെ, സപ്പോസ് നമുക്ക് ഇവിടെ ചിലപ്പം എന്താ പറയുക, ഇവിടെ നമുക്കൊരു സെൽ ക്യാൻഡിൽ ആയിട്ട് ഒരു ബൈ ക്യാൻഡിൽ കാണുമായിരിക്കും. അത് സോൺ ആണല്ലേ, ടൈപ്പ് 1 സോൺ ആയിരിക്കും അതല്ലേ. നമ്മളിപ്പോൾ നോക്കിയാൽ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഇതൊരു സെൽ ക്യാൻഡിലാണ്, അത് നിങ്ങൾക്ക് ഒരു ബൈ ക്യാൻഡിൽ ഉണ്ടായിരുന്നു വെച്ചു, അതിൽ അതിൽ ഇൻഎഫിഷ്യൻസി പ്രൈസിങ്. ഇതൊരു സോൺ ആണോ? സോൺ ആണോ വെച്ചാൽ ആണല്ലേ, നമ്മൾ ഐഡന്റിഫയർ വെച്ച് ടൈപ്പ് 1 ആണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ഓക്കെ ബ്രോ, പക്ഷേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇൻഎഫിഷ്യൻസി ഉണ്ട്, ഇവിടെ സ്ട്രക്ചർ ഒന്നും ഇല്ലല്ലോ ബ്രേക്ക് ചെയ്യാൻ. അവിടെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമ്മളിപ്പോൾ ആ നോക്കുന്ന റൂളിൽ ഞാനിപ്പോൾ മായ്ക്കാം. ഈ റൂൾ ഉദ്ദേശിക്കുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ട്രെൻഡിന്റെ കൂടെ തന്നെ ആകണം എന്നില്ല. ഓക്കെ, ഡസൻ ഹാവ് ടു ബി എലോങ് സൈഡ് ദ ട്രെൻഡ്. നമ്മളൊരു സോണിനെ പവർഫുൾ ആണ് എന്ന് വിളിക്കാൻ എന്തൊക്കെ വാലിഡേഷൻ എടുക്കാം എന്നുള്ള കാര്യമാണ് അവിടെ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. സപ്പോസ് ഇപ്പം മുമ്പ് ഇവിടെ ഒരു സ്ട്രക്ചർ ഹൈ ഉണ്ടായിരുന്നു, ആൻഡ് പ്രൈസ് ഇങ്ങനെയാണ് ഇപ്പോൾ ബെയറിഷ് ആയത്. ഓക്കെ, ഇന്നിപ്പോൾ ബുള്ളിഷ് ആയിട്ട് പോവാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സോൺ ഉണ്ടായ ശേഷം അല്ലെ, ഈ സോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇതൊരു സ്ട്രക്ചർ ഹൈ ആണോ? ആണ് അല്ലേ, മുമ്പത്തെ ഒരു സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ട്രക്ചർ ഹൈ എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സ് ഉള്ളൊരു സ്ഥലമാണ്, ലിക്വിഡിറ്റി പൂളാണ് അവിടെ ഉള്ളത്. നമ്മൾ ലിക്വിഡിറ്റിയെ പറ്റി പഠിക്കും, പക്ഷെ ഇവിടെ ഒരുപാട് സെൽ ഓർഡേഴ്സ് പ്ലേസ് ആയ സ്ഥലമാണ് അല്ലെ. സോ അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആ സെല്ലേഴ്സിന്റെ കൺട്രോൾ എടുത്ത് കളയുക എന്നാണ് അല്ലെ. സോ നമുക്ക് എന്ത് മതി? ഈ സോണിനെ വാലിഡേറ്റ് ചെയ്യാൻ ആ ബ്രേക്ക് മതി. മുമ്പ് തന്നെ സ്ട്രക്ചറിന്റെ ബ്രേക്ക് കിട്ടിയാലും ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ക്രൈറ്റീരിയ ഫുൾഫിൽ അല്ലേ. ഈ സോൺ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് കാരണമായിട്ടുണ്ടോ? ഉണ്ട്. ഇൻഎഫിഷ്യൻസി ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പവർഫുൾ സോൺ ആയിരിക്കും. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇന്റേണൽ ആയിട്ട് നമുക്ക് സോൺസ് കിട്ടും, എക്സ്റ്റേണൽ ആയിട്ടുള്ള സോൺസും കിട്ടും. ഇന്റേണൽ സോൺസ് എവിടെയായിരിക്കും? ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പോയിന്റ് ചെയ്യുന്ന താഴോട്ടായിരിക്കും ഡിമാൻഡിന്റെ കേസിൽ അല്ലെ. തിരിച്ചാണെങ്കിലോ സപ്ലൈയുടെ കേസിൽ എങ്ങനെയായിരിക്കും? മുകളിലോട്ടായിരിക്കും അല്ലെ. കാരണം സപ്ലൈയിൽ എന്താണ് ഉണ്ടാവുക? നമ്മൾ സ്ട്രക്ചർ ലോ ആയിരിക്കും ബ്രേക്ക് ചെയ്യുക. സോ ഇതായിരിക്കും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെ. ഇന്റേണൽ എന്ന് പറയുന്നത് ആ ബൈ ഏരിയക്കകത്തായിരിക്കും ഇന്റേണൽ ആയിട്ടുള്ള നമ്മൾ സോൺസ് നോക്കുന്നത്.
എക്സ്പാൻഷൻ താഴോട്ടായിരിക്കും, എക്സ്പാൻഷനിലായിരിക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള സോൺസ് നമ്മൾ നോക്കാം. ഓക്കെ, ഈ കാര്യം ഓർത്ത് വെച്ചിരിക്കുക. കാരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ദിവസം മുമ്പ് ഐ തിങ്ക് ഓക്കെ ഓൾറൈറ്റ്. സോ നമുക്കിവിടെ വരാം. ഓക്കെ, ഞാൻ ഈ ഒരു ഏരിയ വരാം. എനിക്കിത് ഓർമ്മ ഉള്ളത് കാരണം നമ്മൾ ഈ സെൽസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി, അതുകൊണ്ട്. ഓക്കെ, ഓബിയസ്ലി നമ്മളിപ്പോൾ എന്തായിരിക്കും നോർമലി നോക്കുക, നിങ്ങൾ നോക്കുക. ഓക്കെ, ഡെയിലി. ഓക്കെ, ഡെയിലി ചാർട്ട്. ഓക്കെ, ഞാനിവിടെ വെച്ച് ബെയറിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നൈസ്. ട്രെൻഡ് ബെയറിഷ് ആണ് അല്ലേ? നമ്മൾ സാധാ അനാലിസിസിന്റെ രീതിക്കാണ് നമുക്ക് അനലൈസ് ചെയ്ത് പോവാം. ഓക്കെ, ബോട്ടം നമുക്ക് നമ്മുടെ സ്വിംഗ് പോയിന്റ്സ് വരച്ചേക്കാം. അതായിരിക്കും നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, സോ നോർമലി നിങ്ങൾ എന്ത് ചെയ്യും? ഓബിയസ്ലി ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ സോണുകൾക്കായിരിക്കും. ഇന്റേണൽ. സോ ഓബിയസ്ലി നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്ന ഒരു ക്യാൻഡിൽ ഓൾറെഡി കാണാം. നമ്മൾ ടൈപ്പ് 2 ആയിട്ട് കൊടുക്കുക, അതിനെ ടൈപ്പ് 3 ആയിട്ട് കൊടുക്കാം. കാരണം ഇതെന്തൊക്കെയാണ്? വിക്ക് സോണുമാണ്, അതേസമയം ഇതൊരു ടൈപ്പ് 2 ലാസ്റ്റ് ഇൻബാലൻസ് ഉള്ള ക്യാൻഡിലുമാണ് അല്ലേ? നമ്മൾ ആ പ്രൈസ് ആക്ഷൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന ക്യാൻഡിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ? കാരണം ഇത് നല്ലൊരു ഇൻബാലൻസ് ഇവിടെ ഉണ്ട്, പ്രൈസിനോട് വരാനുള്ള കാരണങ്ങൾ കാണും. ഓക്കെ, സോ നമുക്ക് ഈ സോൺ എടുക്കാം. പ്ലസ് ഇവിടെ നമുക്ക് വേറെ വിക് സോൺ ഉണ്ട്. ഈ ഒരു വിക് സോൺ ഉണ്ട്, പക്ഷെ നമ്മളിത് എടുക്കത്തില്ല. ഇത് ഞാൻ മിറ്റിഗേഷന്റെ പാർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞു തരും. സോ ആ സോൺ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. വേറെ സോൺ നമുക്ക് എന്തെടുക്കാൻ പറ്റും? നമുക്ക് ആ ടൈപ്പ് 1 സോൺ എടുക്കാൻ പറ്റും അല്ലെ? ടൈപ്പ് 1. സോറി, നമുക്കിത് എടുക്കണ്ട, ഇങ്ങനെ വരയ്ക്കണ്ട. ഓക്കെ, സോ ടൈപ്പ് 1 സോൺ ഇവിടെ ഉണ്ട് അല്ലെ? ഈ സോണും വാലിഡ് ആണോ? ആണ്, ഇപ്പോഴും വാലിഡ് ആണ് അല്ലെ? കാരണം നമ്മൾ അതിന്റെ 50% ഒന്നും മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഈ സോൺ എടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിന്റെ എന്താ പറയുക, ഓപ്പൺ ഏരിയ മാത്രമേ മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ ഈ 2 സോൺ നമുക്ക് ഓൾറെഡി ഇതിലുണ്ട് ഈ പ്രൈസ് ആക്ഷൻ. ഓക്കെ, പക്ഷേ ഈ സോണുകൾ നമ്മൾ എന്തായിട്ടാണ് വെച്ചത്? ഇന്റേണൽ ആണ് അല്ലെ? ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിന്റെ കഥയുടെ അകത്തുള്ള സോണുകളാണ്. ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ സോണുകളും ഉണ്ടാകും, അത് എക്സ്പാൻഷനിലായിരിക്കും. ഇവിടെ ഒരു എക്സ്റ്റേണൽ സോൺ ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒന്ന് നമ്മളിതൊരു ടൈപ്പ് 2 ആയിട്ടും എടുക്കാം. ടൈപ്പ് 2 എടുക്കണമെങ്കിൽ എന്ത് പറ്റും? ഇംബാലൻസ് ഉണ്ട്, എക്സ്പാൻഷനിൽ തന്നെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിലാണ് അല്ലേ? ഈ ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ ഇംബാലൻസ് ഇല്ല. അപ്പോൾ ഇതൊരു പോസ് ആണ്. അത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിക്ക് സോൺ ഉണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ബൈ ക്യാൻഡിൽ സെൽ ക്യാൻഡിൽ എന്നുള്ള രീതിക്ക് നോക്കാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിക്ക് നേരത്തെ ക്യാൻഡിലിന്റെ വിക്കിന്റെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് സോൺ ആയിട്ട് എടുക്കാം? വിക്ക് സോൺ ആയിട്ട് എടുക്കാം. 2 രീതിയിൽ ഈ സോൺ എടുക്കാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് ഈ വിക്ക് സോൺ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാൻഡിലായിട്ടും എടുക്കാം. ഈ ക്യാൻഡിൽ എന്തുകൊണ്ട്? ടൈപ്പ് 2 ആണ് അല്ലേ? ടൈപ്പ് 2. എന്തുകൊണ്ട് ടൈപ്പ് 2? കാരണം 1, 2, 3 എടുക്കുകയാണെങ്കിൽ 1ഉം 3ഉം തമ്മിൽ ഇംബാലൻസ് ഉണ്ട്. ഓൾസോ ഇത് തൊട്ട് മുമ്പിലത്തെ ക്യാൻഡിൽ ഇംബാലൻസ് ഇല്ല. അപ്പൊ ഇവിടെ നിന്നാണ് ഇംബാലൻസ് ഉണ്ടായത്, ഈ ഇംബാലൻസിന്റെ തുടക്കം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സോൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ബിഗ് സോൺ മാത്രം എടുക്കാം. പക്ഷേ ഇതൊരു സോൺ ആവാൻ നമുക്ക് എന്തൊക്കെ വേണം? ഇൻഎഫിഷ്യൻസിയും വേണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും വേണം അല്ലേ? ഇൻഎഫിഷ്യൻസി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ശരി, ഈ സോൺ ഉണ്ടായി, ആ സോണിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു ടൂൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ട്രേ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഇംബാലൻസ് തൊട്ട് ഉള്ള കഥ നമുക്ക് ലെഫ്റ്റിൽ നോക്കാം. ലെഫ്റ്റിൽ എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടോ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ? സോ നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റിലോട്ട് പോകാം. ഓക്കെ, ലെഫ്റ്റിൽ നോക്കാം, മുമ്പ് നടന്ന കഥയിൽ എവിടെയെങ്കിലും. ഓക്കെ, ഞാനിവിടെ എത്തിയപ്പം എനിക്കിവിടെ ഒരു സ്ട്രക്ചർ ലോ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഈ ലോ ഇവിടെ ഉണ്ട്. ഇനി ഈ ലോയുടെ ബ്രേക്കിന് കാരണക്കാരനായത് ആ സോൺ തന്നെയാണോ എന്ന് നോക്കാം. ഓക്കെ, ലോ ഇവിടെയാണുള്ളത്. അപ്പൊ ഇതിന് താഴെ ബോഡി ക്ലോസ് തന്നെ കിട്ടണം, എന്നാലേ ബ്രേക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. യെസ് അല്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ട്, ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 റൂൾ ഇവിടെ സാറ്റിസ്ഫൈ ആയില്ലേ? ഒരു പവർഫുൾ സോൺ എന്തൊക്കെ വേണം? കോസ്റ്റ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ, ആൻഡ് കോസ്റ്റ് ഇംബാലൻസ്. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഒരു സോണിന് പവർഫുൾ ആയിട്ട് എടുക്കാം. ഓഫ് കോഴ്സ് ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സോണാണ്, പക്ഷെ എക്സ്റ്റേണൽ സോൺ നമ്മൾ 2 റൂൾസ് മീറ്റ് ചെയ്യുന്നുണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോണിനെ കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ? 2 കാര്യം ചെയ്തിട്ടുണ്ട് ഈ സോൺ. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചെയ്തിട്ടുണ്ട്, ഇംബാലൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ട്രെൻഡിന്റെ കൂടെ മാത്രമല്ല എക്സ്പാൻഷനിൽ നിങ്ങൾക്ക് സോൺസ് കിട്ടും. ഇനി ഈ സോണിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കാരണം ഈ സോണിൽ നമ്മളെ കമ്മ്യൂണിറ്റി നമ്മുടെ സെൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എനിവേസ് ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ മുകളിലത്തെ സോൺ മാത്രമായിരിക്കും വരച്ച് വെച്ചിരിക്കുക, നമുക്ക് ഈ ലോജിക് അറിഞ്ഞൂടെ. ഓക്കെ, നമ്മൾ എന്തുകൊണ്ട് ഈ സോൺ എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. പ്രൈസിങ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറെ റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറെ ലിക്വിഡിറ്റി ബിൽഡപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെയ്യുന്ന ഒരു സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. ഓക്കെ,
ഓൾറൈറ്റ്, നല്ലൊരു ബൈ ഇപ്പം നിങ്ങൾക്ക് കാണാം. ആ ബൈ എങ്ങോട്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് കാണാം. നമുക്കറിയാം ഈ ബൈ എത്തിയത് എവിടെയാണ്? സപ്ലൈയിലാണ്. ബൈ എടുക്കുന്ന എന്തിനാണ്? സെല്ല് ചെയ്യാനായിരിക്കും മാക്സിമം, അല്ലെ? കാര്യം കൂടിയ കാശിന് കിട്ടും. ഈ സപ്ലൈ എത്തിയിട്ട് നിങ്ങൾ ഇവിടെയുള്ള റിയാക്ഷനുകൾ ശ്രദ്ധിച്ചു. ഓക്കെ, ബോഡി ക്ലോസ് ഇല്ല, റിയാക്ട് ചെയ്തു, പ്രൈസ് അവിടെ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാവും. കൃത്യം എവിടെ നിന്നാണ് ഇറങ്ങിയത്? ആ സപ്ലൈ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. എന്തുകൊണ്ടാണ് സപ്ലൈ എടുത്തു? എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്ലൈ ആണ്. വിക്ക് സോൺ മാത്രമായിട്ട് നിങ്ങൾ എടുത്തപ്പോൾ അത് വിക്ക് കറക്റ്റ് വിക്ക് സോൺ ആണ്. കാരണം നേരത്തെ ക്യാൻഡിലെ വിക്കിന്റെ മുകളിൽ പോയിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ഈ ലാസ്റ്റ് ക്യാൻഡിലായിട്ട് എടുത്താൽ പോലെ കറക്റ്റ് ആണ് രണ്ട് രീതിക്ക്. ഓക്കെ, ബോഡി ക്ലോസ് ഒന്നും ഇല്ല, കൃത്യമായിട്ട് പ്രൈസ് എന്ത് ചെയ്തു? അവിടെ റിയാക്ട് ചെയ്തിട്ട്. ഓക്കെ, സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള സോണുകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ ആ രണ്ട് കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറും അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻസി. ഓക്കെ, ശരി, നമുക്കിനി ഇത് റീസെന്റ് ഇതേ കാര്യം വീണ്ടും ഈ ഒരു നടന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. 4 അവറിലായിരുന്നു തോന്നുന്നു. എനിവേസ് നമുക്ക് നോക്കാം. ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, സെയിം കാര്യം റിപ്പീറ്റ്. ഓക്കെ, ഇതാണ് പറയുന്നത്, അൽഗോരിതങ്ങൾ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. നൗ ലുക്ക് അറ്റ് ദിസ് വൺ. ഓക്കെ ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ പോയിന്റ് നമുക്ക് ഇതായിരിക്കും, ഓറൽസ് ഇതായിരിക്കും. നിങ്ങളിപ്പോൾ ഇതിനെ ലോ എന്ന് വിളിച്ചില്ലെങ്കിലും ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞാൽ എല്ലാവരും സ്ട്രക്ചർ ഇത് നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിളുള്ള ഏരിയയാണ് വിക്സോന്റെ ബാക്കി കണ്ടിന്യൂഷൻ. ഓക്കെ, ലെറ്റ്സ് സേ നിങ്ങൾ ഇതാണ് ഇപ്പോൾ അടുത്ത ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ എടുത്ത് നോക്കി 4 അവറിന്റെ അടുത്ത ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. ഓക്കെ, ഫോറക്സിന്റെ ക്ലോസ് ആണിത്. ഓക്കെ, സ്ട്രക്ചർ പോയിന്റ്സ് വരയ്ക്കാം. ഓക്കെ, ആൻഡ് ഇതിനെ ലോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആക്ച്വലി യെസ്, ആക്ച്വലി ഐ വുഡ് കോൾ ദിസ് എ ലോ. സോ ഞാനിത് പേഴ്സണലി ലോ ആയിട്ട് എടുക്കും. ഓക്കെ, സോ ഞാൻ എടുക്കുന്നു. ഓക്കെ, സോ ഒബിയസ്ലി അതായിരിക്കും അടുത്ത ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. ഓക്കെ, ഓൾറെഡി ഈ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിന്റെ സോൺസ് നമ്മൾ മാർക്ക് ചെയ്തു. ഒബിയസ്ലി ഈ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിന്റെ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ സോൺ എന്തായാലും മാർക്ക് ചെയ്യാൻ കഴിയും. സോൺ അത് ടൈപ്പ് 1ഉം അതേസമയം നോട്ട് ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3 ടുഗദർ ആണ്, അല്ലേ? ബിഗ് സോണും ആണ്, അതേസമയം നമ്മൾ ഇംബാലൻസ് ഉള്ള ക്യാൻഡിലും ആണ്. റൈറ്റ്, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് 2 എക്സാമ്പിൾ കിട്ടും. ഇതൊരു ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിലാണ്, അതുപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിലാണ്, അല്ലേ? രണ്ടും ലാസ്റ്റ് ഇംബാലൻസിന്റെ ക്യാൻഡിലാണ്. രണ്ടും ടൈപ്പ് 2 സോണുകളാണ് ഇവിടുത്തെ. ഓക്കെ, അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിക്ക് സോണുകളും ഉണ്ട്. ഒബിയസ്ലി നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാം വരയ്ക്കും, പിന്നെ നമ്മൾ റിഫൈൻമെന്റിലോട്ടും കാര്യങ്ങളോട്ടും കടക്കും. നമ്മൾ എല്ലാ സോണും എടുക്കത്തില്ല, കാരണം ഒബിയസ്ലി ഇതൊക്കെ നമ്മൾ പാർട്ട് ഓഫ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കും. സോ നമ്മൾ ആ എക്സ്ട്രീം സോൺ ആയിരിക്കും നോക്കുക. നമുക്ക് അതിനെപ്പറ്റി മുന്നോട്ട് പഠിക്കാം. പക്ഷെ ഇപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? കാണുന്ന സോൺസ് മാർക്ക് ചെയ്യുക. ലോജിക്കലി നമ്മുടെ ലോജിക്കൽ ഉള്ള സോൺസ് വിഗ് സോൺ ഉണ്ട്, നമ്മൾ ആ വിഗ് സോൺ മാർക്ക് ചെയ്തു. ഒബിയസ്ലി ഈ വിഗ് സോണും ഉണ്ട്, ഇതും ഒരു സപ്ലൈ ആണ്. നമുക്ക് ഒരുപാട് സോൺസ് കാണും, പക്ഷേ ഡോണ്ട് വറി, എല്ലാം കാരണത്തിൽ ആണ് നമ്മൾ വരയ്ക്കുന്ന, ഒന്നും റാൻഡം അല്ല. ഓക്കെ, സോ അതെല്ലാം സോൺസ് തന്നെയാണ്. നമുക്ക് ആക്ച്വലി ഇതും ഒരു വിഗ് സോൺ ആണ് നമുക്ക്. ഓക്കെ, ഈവൻ ദിസ് ഇസ് എ സോൺ, അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? വിഗ് സോൺ നേരത്തെ ക്യാൻഡിലെ വിക്കിന് മുകളിൽ വിക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ബൈ ഓർഡേഴ്സ് കാണും മിറ്റിഗേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സോണും എടുക്കേണ്ടി വരും. ഓക്കെ, സോ വരയ്ക്കുമ്പം ഒന്നും വിടണ്ട, എല്ലാം വരച്ചേക്കുക. ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ് ദാറ്റ് ബി ദേർ. താഴത്തെ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. താഴെ വന്നപ്പം ഒബിയസ്ലി ഇന്റേണൽ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ഇന്റേണലി ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോറി, ഇന്റേണലി നമുക്ക് എന്തായിരിക്കും ഇവിടെ ഉള്ള? ഇന്റേണലി ഉള്ള ആക്കുള്ള സോൺ ഇത് മാത്രമാണ് ഇവിടെ, വേറെ ഒന്നും നമുക്കില്ല, അല്ലേ? വേറെ സോൺസ് ഇല്ല, കാരണം ബ്രേക്ക് ഓഫ് കഴിഞ്ഞിട്ട് അങ്ങനെ, അല്ലേ? ഇതിനെ ഞാൻ ലോ എന്ന് വിളിക്കത്തില്ല, കാരണം ഇത് നമുക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ടൈപ്പ് 1 സോൺ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ? ടൈപ്പ് 1 ആണ്, ടൈപ്പ് 1 ആണ്. അതേപോലെ തന്നെ വിഗ് സോൺ ആയിട്ട് എടുക്കാനും പറ്റും. പക്ഷെ ഇങ്ങനത്തെ സോൺസ്, അതായത് വിക്ക് അത്ര പ്രൊണൗൺസ്ഡ് അല്ല ഇവിടെ, അല്ലേ? ഇങ്ങനെയുള്ള സോൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെറിയ വിക്കൊക്കെ ആണെങ്കിൽ, ചെറിയ വിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഓക്കെ, എനിവേസ്, നോ ക്വസ്റ്റ്യൻ ഈസ്, ഈ സോൺ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഓക്കെ, സോ ഇത് നിങ്ങൾ സ്ട്രക്ചറിന്റെ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഓക്കെ, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് തന്നെ എടുക്കാം. പക്ഷേ ഞാൻ അത് കൺസിഡർ ചെയ്യില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യാം. ഇവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ട്, അത് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ല? ഇൻഎഫിഷ്യൻസി ഉള്ള കാര്യം. സോ ഈ ഒരു സോണ് നമ്മൾ ആദ്യത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല, രണ്ടാമത്തെ ക്രൈറ്റീരിയ ഇപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വീണ്ടും റിപ്പീറ്റ്, വി ഹാവ് ടു ചെക്ക് ഈ സോൺ എന്തെങ്കിലും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് കോസ് ആയിട്ടുണ്ടോ. സോ ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ എടുത്തിട്ട് നമുക്ക് ആ സോണിൻ്റെ അവിടെ വെക്കാം, ലെഫ്റ്റിലോട്ട് പോവുക, എന്തെങ്കിലും സ്ട്രക്ചറിന്റെ ബ്രേക്കിന് കാരണം ഇതുണ്ടായിട്ടുണ്ടോ നോക്കാം. അത് സ്ട്രക്ചർ നോക്കാം. ഓക്കെ,
somewhat left. ഓക്കെ, സോ നമ്മളിവിടെ എത്തി. ഇവിടെ എന്തെങ്കിലും സ്ട്രക്ചർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എനിക്ക് ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ലോ കാണാം, അതുപോലെ തന്നെ താഴെ സ്ട്രക്ചർ ലോ. സോ ഞാൻ സ്ട്രക്ചർ ലോസ് നോക്കാം. ഒന്ന് ഇത് നോക്കാം, ഇത് നോക്കാം. ഓക്കെ, എനിവേസ് അടുത്ത് കിടക്കുന്നത് ഇത് നോക്കാം. വേറെ ഇത് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യാൻ കാരണമുണ്ടോ? അത് രണ്ടുമാണ് നമുക്ക് ലോ എന്നിപ്പോൾ വിളിക്കാനുള്ളത്. ലെറ്റ്സ് സീ, ഇപ്പം പ്രൈസ് ആക്ഷനിൽ വരുമ്പോൾ അത് എന്തെങ്കിലും ബ്രേക്കിന് കാരണമായിട്ടുണ്ടോ? യെസ്, ഇറ്റ് ഹാസ്, റൈറ്റ്. നമ്മൾ ആക്ച്വലി ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ, പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ ബ്രേക്കിനും ഈ സോൺ കാരണമായിട്ടുണ്ട്. നമ്മൾ ഡെയിലി നോക്കിയ അതേ കാര്യം അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോണിനെ നമുക്ക് നമ്മളെ വാലിഡ് ആയിട്ടുള്ള സോണായിട്ട് എടുക്കാം. ഇതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സോണാണ്, ഓഫ് കോഴ്സ് സ്ട്രക്ചറിന്റെ കൂടെ അല്ല. ബട്ട് ഇതെന്ത് മീറ്റ് ചെയ്യുന്നുണ്ട്? നമ്മളെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൺ വേണ്ടി. നിങ്ങൾ ഡെയിലി നടന്ന അതേ കാര്യം നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റ് കാണാം. പ്രൈസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ നടക്കുന്നതിന് മുമ്പേ നമ്മൾ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം കാര്യമാണ് ഈ എന്ത് ചെയ്തത് നേരത്തെയും ഡെയിലിയിലും ചെയ്തത്. അതെന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് ഒരു ബൈ കാണാൻ പറ്റും. ഈ ബൈ കാണുമ്പോൾ ആൾക്കാർ ചിന്തിക്കുക, ഓക്കെ റീറ്റെയിൽ ചിന്തിക്കുക ബ്രേക്ക് ഔട്ട് ആണ്, മുകളിലോട്ട് പോകുന്നുള്ള കാര്യമായിരിക്കും ആൾക്കാർ ചിന്തിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞൊരു ഇവിടെ സപ്ലൈ ആണ് ഈ മാർക്കറ്റിൽ ഇപ്പോഴും കൺട്രോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു ബൈ നടക്കുന്നത് നല്ലൊരു സെല്ലിന് വേണ്ടിയിട്ടായിരിക്കും, ഹയർ പ്രൈസിന് വിൽക്കാനായിരിക്കും അല്ലേ. സോ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏത് ടൈം ഫ്രെയിമിലാണെങ്കിൽ ഈ ലോജിക്ക് നിങ്ങൾ കാണാൻ പറ്റും. എന്ത് പറ്റി? പ്രൈസ് നല്ലൊരു ബൈ ഇൻ ടു ദാറ്റ് സപ്ലൈ. സപ്ലൈന്ന് എന്ത് ഫില്ല് ചെയ്യാൻ തുടങ്ങി? സെൽ ഓർഡേഴ്സ്. സോ ലോജിക്കലി നല്ല പവർഫുൾ ആയിട്ടുള്ള സോൺ അല്ലേ. നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സോൺസ് എല്ലാം നല്ല പവർഫുൾ സോണുകൾ ആയിരിക്കും, റൈറ്റ്. നിങ്ങൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മിറ്റിഗേഷനെ പറ്റി സംസാരിക്കാം. ഓൾറൈറ്റ്.